നമസ്കാരം. ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ച ലോകമെമ്പാടുമുള്ള വള്ളംകളി പ്രേമികൾക്കും കുട്ടനാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. കാരണം ജലമേളകളുടെ മേളയായ നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടയാറ്റിൽ നടക്കുന്നത് ഈ ദിവസമാണ്. നെഹ്റുവിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ വെള്ളിക്കപ്പിൽ മുത്തമിടാൻ ഇക്കുറിയും കുട്ടനാട്ടിലെ ഓരോ ക്ലബ്ബുകളും തീവ്ര പരിശീലനത്തിലാണ്. വള്ളവും വെള്ളവും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കുട്ടനാടൻ കരിവീരന്മാരുടെ ദേശീയോത്സവമാണ് നെഹ്റു ട്രോഫി വള്ളംകളി. ആലപ്പുഴക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ്. ജലോത്സവങ്ങളിലെ ഉത്സവമായ നെഹ്റു ട്രോഫിക്കായി പുന്നമടക്കായൽ അങ്കത്തൊടുക്കി കാത്തിരിക്കുകയാണ്. ജലരാജാക്കന്മാരായ 22 ചുണ്ടനുകൾ ഉൾപ്പെടെ 60-ലധികം വള്ളങ്ങളാണ് കരകളുടെ മാനം കാക്കാൻ ഇക്കുറി നീറ്റിലിറങ്ങുന്നത്. നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു 1952-ൽ ആലപ്പുഴയിലേക്ക് നടത്തിയ സന്ദർശനത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ വള്ളംകളി. ആലപ്പുഴയിലെത്തി നെഹ്റുവിനെ ഇവിടുത്തുകാർ സ്വീകരിച്ചത് ചുണ്ടൻ വള്ളങ്ങളുടെ അകമ്പടിയോടെ. അദ്ദേഹത്തിനായി 9 ചുണ്ടനുകളെ പങ്കെടുപ്പിച്ച് ആലപ്പുഴക്കാർ വള്ളംകളിയും സംഘടിപ്പിച്ചു. തുഴച്ചിൽക്കാരുടെ ആവേശത്തിൽ എല്ലാം മറന്ന നെഹ്റു സകല സുരക്ഷാ ക്രമീകരണങ്ങളും ഒഴിവാക്കി മത്സരത്തിൽ ജയിച്ച നടുഭാഗം ചുണ്ടനിൽ ചാടിക്കയറി എന്നത് ചരിത്രം. നെഹ്റുവിന്റെ കുടുംബത്തിൽ നിന്ന് പിന്നീട് ഇന്ത്യയെ നയിച്ച ഇന്ദിരയും രാജീവും അന്ന് അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു എന്നത് ഈ മത്സര വള്ളംകളിയുടെ മാറ്റുകൂട്ടുന്നു. തിരിച്ച് ഡൽഹിയിലെത്തിയ നെഹ്റു വെള്ളിയിൽ തീർത്ത ചുണ്ടന്റെ മാതൃക ആലപ്പുഴക്കാർക്കായി അയച്ചു കൊടുത്തു, അതും സ്വന്തം കയ്യൊപ്പോടെ. അദ്ദേഹത്തിൻ്റെ ചിരസ്മരണയ്ക്ക് വേണ്ടിയാണ് നെഹ്റു ട്രോഫി ജലോത്സവം എന്ന പേരിൽ ഈ ജലമേള തുടർന്ന് നടത്തിക്കൊണ്ടുവരുന്ന 61 വർഷങ്ങളായി, ആരംഭശേഷം 61 വർഷങ്ങളായി ഒരു മുടക്കവും കൂടാതെ ഇന്ന് ലോകശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു കായിക ഇനമായി ഏറ്റവും അധികം ആളുകൾ പങ്കെടുക്കുന്ന, ഏതാണ്ട് 2000-ൽ പരം ജലകായിക താരങ്ങൾ പങ്കെടുക്കുന്ന ഒരു മേളയായി ലോകത്തെ മുഴുവൻ ആകർഷിച്ചുകൊണ്ട് ആലപ്പുഴ എന്ന ഒരു കൊച്ചു ചെപ്പിലേക്ക് ഈ ചിന്തകളെയും ഈ ആഗ്രഹങ്ങളെയും ഈ ആശകളെയും എല്ലാം ഒതുക്കിക്കൂട്ടുവാൻ നമുക്ക് കഴിയുന്നു എന്നത് തന്നെ നെഹ്റു ട്രോഫിയുടെ വളർച്ചയെ നമുക്ക് വിലയിരുത്താം. തുടർ വർഷങ്ങളിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് ചാർത്തിയ വെള്ളിക്കപ്പിനായി പുന്നമടക്കായലിൽ ജലമേള അരങ്ങേറി. നെഹ്റുവിന്റെ കാലശേഷം അത് നെഹ്റു ട്രോഫി വള്ളംകളിയായി പരിണമിച്ചു. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ചുണ്ടനുകളുടെ മത്സരമാണ് കാണികളെ ആവേശഭരിതരാക്കുന്നത്. 1952-ലാണ് നെഹ്റു ട്രോഫി ആരംഭിച്ചതെങ്കിലും ചുണ്ടനുകളുടെ ചരിത്രത്തിന് ചെമ്പകശ്ശേരി നാട്ടുരാജ്യത്തിനോളം പഴക്കമുണ്ട്. തീരദേശ നാട്ടുരാജ്യങ്ങൾക്ക് നാവികപ്പടയുണ്ടായിരുന്ന കാലത്ത് അവരുടെ പടക്കപ്പലായിരുന്നു ചുണ്ടൻ വള്ളങ്ങൾ. ഇന്നത്തെ അമ്പലപ്പുഴയുടെ പഴയ രൂപമായ ചെമ്പകശ്ശേരി നാട്ടുരാജ്യത്തെ രാജാവായിരുന്നു അത്രേ ആദ്യമായി ചുണ്ടനിൽ പട നയിച്ചത്. അദ്ദേഹം ചുണ്ടനിൽ യുദ്ധം ജയിച്ചപ്പോൾ ബദ്ധവൈരിയായ കായംകുളം രാജാവിനും ഇതേ തരത്തിലുള്ള വള്ളം വേണമെന്ന് ആഗ്രഹമുണ്ടായി. ചെമ്പകശ്ശേരി രാജാവിന് ചുണ്ടൻ നിർമ്മിച്ചു കൊടുത്ത കൊടുപ്പുനയിൽ നാരായണാചാരിയെ കായംകുളം രാജാവ് അവിടേക്ക് വിളിച്ചു വരുത്തി ചുണ്ടൻ വള്ളം നിർമ്മിച്ചു നൽകാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. നാരായണാചാരി നിർമ്മിച്ചു നൽകിയ ചുണ്ടനിൽ കായംകുളം രാജാവ് ചെമ്പകശ്ശേരിയിലേക്ക് പട നയിച്ചു. പക്ഷേ വിജയം ചെമ്പകശ്ശേരി രാജാവിനൊപ്പമായിരുന്നു. കാരണം പുറമെ ഒരേ രീതിയിലുള്ള വള്ളമാണ് നാരായണാചാരി ഇരു രാജ്യങ്ങൾക്കും നിർമ്മിച്ചു നൽകിയതെങ്കിലും കായംകുളത്തിന്റെ വള്ളത്തിൽ നിന്ന് ഒരു പീരങ്കി പായിച്ചാൽ അവരുടെ വള്ളം ഒരു വള്ളപ്പാട് പിന്നിലേക്ക് മാറും. അങ്ങനെ ജയം ചെമ്പകശ്ശേരി രാജാവിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി. നാരായണനാചാര്യയുടെ കരവിരുതിൽ സന്തുഷ്ടനായ ചെമ്പകശ്ശേരി രാജാവ് അദ്ദേഹത്തിന് രാജശില്പി എന്ന പട്ടവും ചാർത്തി കൊടുത്തു അത്രേ. നൂറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യ പ്രധാനമന്ത്രിയായ നെഹ്റുവിന്റെ പേരിൽ നടന്ന വള്ളംകളി മത്സരത്തിലെ ചുണ്ടനുകൾ നിർമ്മിക്കാൻ നിയോഗിക്കപ്പെട്ടത് കോഴിമുക്കിൽ നിന്നുള്ള മറ്റൊരു നാരായണാചാരിയാണ് എന്നതും കാലത്തിന്റെ നിയോഗമാകാം. രൂപത്തിലും ഭാവത്തിലും വ്യത്യസ്തതയുള്ള വള്ളങ്ങൾ. ഈ വള്ളങ്ങൾ തമ്മിലുള്ള മത്സരമാണ് വള്ളംകളിയെ വ്യത്യസ്തമാക്കുന്നത്. ചുണ്ടനും ചുരുളനും ഇരുട്ടുകുത്തിയും കുതിച്ചുപായുന്ന കാഴ്ച ലോകത്തിന് സമ്മാനിക്കാൻ കുട്ടനാടിന് മാത്രമേ സാധിക്കൂ. ചുണ്ടൻ, വെപ്പ്, ചുരുളൻ, ഓടി 4 തരത്തിലുള്ള വള്ളങ്ങളാണ് നെഹ്റു ട്രോഫിയിൽ മാറ്റുരയ്ക്കുന്നത്. അതിൽ തലയെടുപ്പും ഗാംഭീര്യവുമുള്ള ചുണ്ടൻ വള്ളങ്ങൾക്ക് പേര് ജലരാജാവ്. 120 മുതൽ 130 അടി വരെ നീളത്തിലും 60 മുതൽ 65 ഇഞ്ച് വരെ വീതിയിലും ഏകദേശം 22 ഇഞ്ച് ആഴത്തിലും തീർക്കുന്ന സുന്ദര ശില്പമാണ് ചുണ്ടൻ വള്ളങ്ങൾ. ഓളങ്ങളെ കീറിമുറിച്ച് കരുനാഗങ്ങളെ പോലെ പായാൻ കഴിയുന്ന നൗക. ചുണ്ടൻവള്ളത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രാരംഭഘട്ടമെന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ
നീളം, വണ്ണം ഇതെല്ലാം ഒപ്പിച്ചിട്ട് നമ്മൾ 8-ൽ1 ഭാഗത്തിനോ 10-ൽ1 ഭാഗത്തിനോ ഒരു വലിയ ചുണ്ടൻ വള്ളത്തിൻ്റെ ഒരു കരട് പ്ലാൻ നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിനെ വിപുലീകരിച്ചാണ് ഇതിൻ്റെ നമ്മൾ വരുന്നത്. അല്ല ഇത്രയും നീളത്തിലൊന്നും നമുക്ക് ഇതിൻ്റെ അളവ് പിടിക്കാനും എടുക്കാൻ ഒക്കുമോ? മുൻപോട്ടും പിൻപോട്ടും ഒരുപോലെ സഞ്ചരിക്കാൻ സാധിക്കുന്ന വള്ളങ്ങളാണ് ഓടി അഥവാ ഇരുട്ടുകുത്തി. പള്ളിയോണങ്ങൾക്ക് അകമ്പടി സേവിക്കാൻ നാട്ടുരാജാക്കന്മാർ നിർമ്മിച്ച ഈ വള്ളം ഇരുട്ടിനെ പോലും കീറിമുറിച്ചു മായാൻ കരുത്തുള്ളവയായതിനാൽ ഇരുട്ടുകുത്തി എന്ന് പേര് ലഭിച്ചു. കടൽ കൊള്ളക്കാരുടെ വരെ ഇഷ്ട ജലയാനവും ഇതായിരുന്നു അത്രേ. ചുണ്ടൻ വള്ളങ്ങൾ പടക്കപ്പലുകളായിരുന്ന കാലത്ത് പടയാളികൾക്കും തൊഴിച്ചിൽക്കാർക്കും വേണ്ട ഭക്ഷണം പാകം ചെയ്തിരുന്ന വള്ളമാണ് വെപ്പ്. ഈ വള്ളങ്ങളുടെ മത്സരവും നെഹ്റു ട്രോഫിയുടെ മാറ്റുകൂട്ടുന്നു. കളിവള്ളങ്ങളിലെ ഏറ്റവും വലിപ്പം കുറഞ്ഞ വള്ളങ്ങളാണ് ചുരുളൻ വള്ളം. മത്സര വള്ളംകളിയിൽ സ്ത്രീകളും വിദ്യാർത്ഥികളും സാധാരണയായി ഉപയോഗിക്കുന്ന ഈ വള്ളം 30ഓളം തൊഴിച്ചിൽക്കാരെ ഉൾക്കൊള്ളും. വള്ളംകളിയെയും വഞ്ചിപ്പാട്ടിനെയും നെഞ്ചിലേറ്റിയ ഒരു MLA ആലപ്പുഴ ജില്ലയിലുണ്ട്. കുട്ടനാട്ടുകാരനായ കായംകുളം MLA CK സദാശിവൻ. വള്ളംകളിയെ സ്പോർട്സിനമാക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ വഞ്ചിപ്പാട്ട് പാടിയ ആളാണ് CK. അദ്ദേഹത്തിൻ്റെ വള്ളംകളി ഓർമ്മകളിലേക്ക്. CK സ്വാഗതം. നമുക്കൊരു വഞ്ചിപ്പാട്ടി തന്നെ തുടങ്ങിയാലോ? തഗദൈ തഗദൈ തഗദഗദോ തഗധീ തിത്തഗതാരഗതി മൃദഗ വഞ്ചിപ്പാട്ടി നിരടികൾ തെയ്തൈ തഗദൈദൈദോ വഞ്ചിപ്പാട്ടി നിരടികൾ കേട്ടു തുടങ്ങുമ്പോഴേക്കും വഞ്ചിപ്പാട്ടി നീരടികൾ കേട്ടു തുടങ്ങുമ്പോഴേക്കും തകതൈ തകതൈ തകതകതോ തകതീതിത്തകതാരഗതി മൃദഗ. ചെറുപ്പകാലം മുതൽ കുട്ടനാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ് CK. വള്ളവും വെള്ളവുമായിട്ട് ബന്ധമുള്ള ആൾ, വള്ളംകളിയായിട്ട് ബന്ധമുള്ള ആൾ. എങ്ങനെയാണ് ചെറുപ്പകാലത്തെ ഒരു വള്ളംകളി ഓർമ്മ, നെഹ്റു ട്രോഫി ഓർമ്മ? ഞാൻ 1972 സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൻ്റെ ചുരുളം വള്ളത്തിലാണ് ആദ്യമായി നെഹ്റു ട്രോഫിയിൽ പങ്കെടുത്തത്. 73 കൈനകരി UBC, നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ജലോത്സവ രംഗത്ത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൈനകരി UBCയുടെ ടീമിലേക്ക് എന്നെ അവർ ക്ഷണിക്കുകയും UBCയിൽ ഞാൻ നിലക്കാരനായി, എന്ന് പറഞ്ഞാൽ വഞ്ചിപ്പാട്ടുകാരനായി. അധികം താമസിയാതെ ഞാൻ അതിൻ്റെ കോച്ചായി മാറുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ കോച്ചെന്ന് പറഞ്ഞാൽ ടീം ക്യാപ്റ്റനായിട്ട് മാറുകയും ചെയ്തു. നെഹ്റു ട്രോഫിയിൽ വള്ളംകളിയിൽ മാസ്റ്ററിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന CK ആണ്. അതെ അതെ. അത് ഏത് രീതിയിലാണ് നമ്മളൊരു മാസ്റ്ററിൽ ചിട്ടപ്പെടുത്തിയത്? മാസ്റ്ററിൽ കൈനകരി UBCയുടെ ടീം ക്യാപ്റ്റനായി ഞാൻ ഇരിക്കുന്ന സമയത്താണ് തുഴ കൊണ്ടുള്ളൊരു അഭ്യാസ പ്രകടനം, ഈ കാണികളെ ആകെ ആകർഷിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു തുഴ കൊണ്ടുള്ളൊരു അഭ്യാസ പ്രകടനം മാസ്റ്ററിൽ ഒന്ന് ആവിഷ്കരിക്കണമെന്ന് തോന്നി. നെഹ്റു ട്രോഫി അടക്കമുള്ള ജലോത്സവം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് VIP പവലിയൻ്റെ മുമ്പിൽ ഈ ചുണ്ടൻ വള്ളങ്ങളെല്ലാം മറ്റു വള്ളങ്ങളെല്ലാം വന്ന് അണിനിരക്കും. എന്നിട്ട് അവർ മാസ്റ്ററിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പം വള്ളംകളിയുടെ ഒരു തുടക്കം തന്നെ. വള്ളംകളിക്ക് വേണ്ടി നിയമസഭയിൽ പോലെ ശബ്ദം ഉയർത്തിയ അല്ലെങ്കിൽ വഞ്ചിപ്പാട്ട് പാടിയ ഒരു MLA ആണ് CK. 95 അമ്പലപ്പുഴ MLA ആയ സമയത്ത് ആദ്യമായി വഞ്ചിപ്പാട്ട് പാടി വള്ളംകളിയെ കായികമാക്കുന്നതിന് വേണ്ടി പറഞ്ഞ ഒരു വ്യക്തിയാണ്, MLA ആണ്. ഞാൻ നിയമസഭയിൽ ഈ പ്രശ്നം ഉന്നയിക്കാൻ കാരണം അന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവ് വന്നു, നെഹ്റു ട്രോഫിക്ക് ഒരു ജില്ലയിൽ നിന്ന് മാത്രം പണം പിരിച്ചാൽ മതിയെന്ന്. അപ്പോൾ അന്ന് വാസ്തവത്തിൽ 17,000 രൂപയെ ഒരു വള്ളത്തിന് ബോണസ് കൊടുക്കുന്നുള്ളൂ. എങ്കിൽ പോലും നെഹ്റു ട്രോഫി മത്സരം കഴിയുമ്പോൾ കടക്കണിയിൽ വീഴുന്ന ഒരു നിലയായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രശ്നം ചട്ടം 62 പ്രകാരം കേരള നിയമസഭയിൽ ഞാൻ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയമാണ്. അന്ന് ആലപ്പുഴക്കാരനായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട AK ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വള്ളംകളിയുടെ ഈറ്റില്ലമായ ആലപ്പുഴയിൽ നിന്ന് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന അങ്ങയുടെ ശ്രദ്ധയിലേക്ക് വള്ളംകളിയെ സംബന്ധിച്ച് ചില പ്രശ്നം എനിക്ക് പെടുത്താനുണ്ട്. ഈ വള്ളംകളിക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല. ഇത് സ്പോർട്സ് ഇനമായി അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇത് സ്പോർട്സ് ഇനമായി അംഗീകരിക്കുന്നതിനും നെഹ്റു ട്രോഫിക്ക് അർഹിക്കുന്ന പരിഗണന നൽകി സാമ്പത്തികമായി സഹായിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം കൊണ്ടുവന്നത്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, ഈ നെഹ്റു ട്രോഫി പോലുള്ള ജലോത്സവങ്ങളൊന്നും നിലച്ചു പോകാൻ പാടില്ല, ഇതിനെയെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഇത് സ്പോർട്സ് ഇനമായി മാറ്റുന്നതിന് വേണ്ടി ആലപ്പുഴയിൽ ഇത് സംബന്ധിച്ചൊരു യോഗം വിളിച്ചു ചേർക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി.
ഒരു കാര്യം മനസ്സിലാക്കണം, 1994 ഞാൻ സബ്മിഷൻ അവതരിപ്പിക്കുന്നത്. 1995 ആദ്യമായി 3 ലക്ഷം രൂപ നെഹ്റു ട്രോഫിക്ക് ഗ്രാൻഡ് ലഭിക്കുന്നത്. അന്നൊരു വഞ്ചിപ്പാട്ട് പാടിയായിരുന്നു. അതെ 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 അത് പ്രഷർക്ക് വേണ്ടി അന്ന് ഞാൻ നിയമസഭയുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി, ശ്രദ്ധ പിടിക്കാൻ വേണ്ടി ഞാനൊരു വഞ്ചിപ്പാട്ട് എഴുതി അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. കേരവൃക്ഷം നിരന്നാടും കേരള കരയിൽ നിന്ന് കേളികേട്ട കലയത്രേ ജലമേളകൾ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ അവസാനം ഇങ്ങനെയാണ്: ഇടിമിന്നൽ പോലെ ഞങ്ങൾ തുഴഞ്ഞു മുന്നേറിടുമ്പോൾ മാരിവില്ലിൻ നിറമേകും ജലഗണങ്ങൾ, നീലനിറ പകിട്ടേകും ജലപ്പരപ്പുകൾ കീറിക്കുതിച്ചു ചീറിപ്പായുന്നു കളിയോടങ്ങൾ. ആ മനോജ്ഞ കാഴ്ച കണ്ടാൽ പുളകമണിഞ്ഞിടാത്ത മനുഷ്യ മനസ്സുകൾ ഈ ഭൂമുഖത്തുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു. നീണ്ടൊരു വഞ്ചിപ്പാട്ടായിരുന്നു. തേറമ്പിൽ രാമകൃഷ്ണനായിരുന്നു നിയമസഭാ സ്പീക്കറായിട്ട് പിന്നെ അന്ന് ചെയറുണ്ടായിരുന്നത്. അദ്ദേഹം എനിക്ക് കുറേയേറെ സമയം തന്നു ഈ പരിപാടി അവതരിപ്പിക്കുന്നതിന്, കുറേയേറെ സമയം തന്നു. ഒരു കാലത്ത് നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞു. ഒരു കാലത്ത് കുട്ടനാടൻ കരകളുടെ മാനം കാക്കാൻ വേണ്ടി അവിടുത്തെ കുട്ടനാട്ടുകാർ തന്നെ മത്സരിക്കുന്ന ഒരു ഇനമായിരുന്നു വള്ളംകളി. പക്ഷേ ഇന്ന് പ്രൊഫഷണൽ ആയതോടുകൂടി കരകളിൽ നിന്ന് മാറി പണക്കൊഴുപ്പിൻ്റെ ഒരു മേളയായി മാറിയിട്ടില്ലേ? അതെ 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 അതെ. ജാതി വർഗ വർണ്ണ വ്യത്യാസമൊന്നുമില്ലാതെ രാഷ്ട്രീയ ചിന്തക്കെല്ലാം അതീതമായി എല്ലാവരും കൂടെ സഹകരിക്കും ഈ കാര്യത്തിൽ. അതെൻ്റെ വഞ്ചിപ്പാട്ടിൽ ഒരു വരി ഞാൻ എഴുതിയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പാടിയത്. വഞ്ചിപ്പാട്ടിന് ഈരടികൾ കേട്ടു തുടങ്ങുമ്പോഴേക്കും വർഗവർണ്ണ വ്യത്യാസങ്ങൾ വലിച്ചെറിഞ്ഞ് രോമഹർഷ പുളകത്താൽ പ്രതികാരവാഞ്ചയോടെ പോർക്കളത്തിലേക്കു ഞങ്ങൾ ഗമിക്കുകയായി എന്ന് പറയുന്ന വഞ്ചിപ്പാട്ട് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനത് നല്ല തുഴച്ചിക്കാർ ഒരു വള്ളത്തിൽ കേന്ദ്രീകരിക്കുന്നു, അല്ലാത്തവരെല്ലാം മറ്റു പല വള്ളങ്ങളിൽ കേന്ദ്രീകരിക്കുന്നു. നെഹ്റു ട്രോഫിയിൽ വരുമ്പോൾ പണക്കൊഴുപ്പിൻ്റെ വള്ളക്കാരൻ 4-5 വള്ളപ്പാട് അല്ലെങ്കിൽ ഒരു വള്ളപ്പാട് പിന്നെ ജയിക്കുന്നു, മറ്റു വള്ളങ്ങളെല്ലാം ഒരു വള്ളപ്പാട് പുറകിൽ പോകുന്നു. ഇതെല്ലാം കാണികൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. വള്ളംകളിയുടെ വീറും വാശിയും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഒരേ രൂപത്തിൽ വള്ളം മത്സരിച്ച് വരുന്നത് കാണാനാണ് കാണികൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും കുട്ടനാടിൻ്റെ ഓരോ കരകളിലും ആരവം ഉയർന്നു കഴിഞ്ഞു. CK ഇനി അടുത്ത ഓഗസ്റ്റ് മാസത്തിലെ 2-ാം ശനിയാഴ്ച വരെ ഉറക്കമില്ലാത്ത രാവുകളാണ്. വള്ളംകളിയിൽ നെഹ്റു ട്രോഫിയിൽ ആരും മുത്തമിടും എന്നറിയുന്നത് വരെ. എന്തായാലും CK കുട്ടനാടൻ ജനതയ്ക്കും വള്ളംകളി ആശംസകൾ നേരാം. വളരെ നന്ദി. വള്ളംകളി കാഴ്ചകൾ അവസാനിക്കുന്നില്ല. കാണാം ഇടവേളയ്ക്ക് ശേഷം.